ഈ ബസ്സാർക്ക് സ്വന്തമായിട്ടൊരു ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ എന്തോ ഒരു പ്രശ്നമുള്ള പോലെ. സംഭവം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു 2 വരി ട്രാക്കാണ്, ഒരു ലൈൻ ഓൾറെഡി ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ അവന്മാർ ആ ലൈനിൻ്റെ ബാക്കിൽ നിൽക്കില്ല. അവന്മാർ ഈ രണ്ടാമത്തെ ട്രാക്ക് ഉണ്ടാവുമല്ലോ ഒഴിഞ്ഞ് കിടക്കുന്ന, അപ്പുറത്ത് നിന്നിട്ട് വണ്ടി വരാനുള്ള ആ ട്രാക്ക് കൂടെ വണ്ടിയായിട്ട് ഒറ്റ പോക്ക. ഇപ്പുറം ഈ ബ്ലോക്കുള്ള ട്രാക്ക് നിൽക്കുന്ന എല്ലാ വണ്ടിക്കാരും പൊട്ടന്മാരാക്കിയിട്ട് ഇവൻ റൈറ്റ് സൈഡിൽ കൂടെ ആ ഒഴിഞ്ഞ് കിടക്കുന്ന ട്രാക്ക് കൂടെ ഒറ്റ പോക്ക. അങ്ങനെയാണ് പോയി കഴിയുമ്പോഴാവും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഒരു വണ്ടി ഇങ്ങോട്ട് വരിക. ആ ബസ്സുകാരൻ കാരണം അവിടുന്ന് ഓപ്പോസിറ്റ് വരുന്ന ആൾക്ക് പോകാനും കഴിയില്ല. ഈ ബസ്സുകാരനാണെങ്കിൽ ഇപ്പുറത്തെ ട്രാക്കൊക്കെയാണെങ്കിൽ സൈഡാക്കാനും പറ്റില്ല, കാരണം ഓൾറെഡി അവിടെ വണ്ടികൾ നിൽക്കുകയാണ്. അത് മാത്രമല്ല ഇവൻ്റെ ഈ കുത്തിക്കയറൽ കണ്ടാണ്ട് ബാക്കിയുള്ളവർ പൊളിഞ്ഞ് നിൽക്കുകയാവും. അപ്പോൾ ഇവൻ സൈഡാക്കാൻ നോക്കുമ്പോൾ ആരും സമ്മതിക്കില്ല. എന്നിട്ട് ഈ ബസ്സുകാരൻ ഇങ്ങനെ ഇപ്പുറത്തെ സൈഡിൽ ചാരി 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 കണ്ടക്ടറൊക്കെ ഇങ്ങനെ 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 എടുത്തിട്ടുണ്ടാവും, ഒരു കൈ ഇങ്ങനെ ഒന്നും ഇങ്ങോട്ട് പോട്ടെ എന്നുള്ള ഒരിത്. ഇവന്മാരെ ഈ മണ്ടൻ കൊണാപ്പിക്ക് നല്ലപോലെ ആ ബ്ലോക്കിൽ നിൽക്കുകയാണെങ്കിൽ ഈ സമയം ഇപ്പം സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു ബ്ലോക്കിന് നിൽക്കുന്ന സമയം കൊണ്ട് കടന്ന് പോയിരുന്നു. ഈ മണ്ടൻ കൊണാപ്പികൾ അതൊന്നും ചിന്തിക്കൂല. ഇവന്മാർ ഒഴിഞ്ഞു കിടക്കുന്ന ട്രാക്ക് കണ്ട് കാണുമ്പോൾ എടുത്തിട്ടൊരു പോക്ക. എന്നിട്ട് ഇവന്മാരുടേതായ രീതിയിലൊരു ബ്ലോക്ക് വേറെ. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കണം.